ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 3. പതിവ് ശൈലിയിൽ അടുത്തടുത്തായി കോളിംഗ് ബെല്ലുകൾ മുഴങ്ങുന്നത് കേട്ടാണ് ഹണി കണ്ണുകൾ തുറന്നത്. താൻ വന്ന് ഇരുന്ന ശേഷം എപ്പോഴോ മയങ്ങിപ്പോയിരുന്നതായി അവൾ അറിഞ്ഞു. ആ നിമിഷം അവൾ സോഫയിൽ നിന്നും ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ച് ഒന്ന് വായ്ക്കോട്ട വിട്ട ശേഷം എഴുന്നേറ്റ് മെല്ലെ ഡോർ തുറക്കുവാൻ ചെന്നു. അന്ധകാരം വർദ്ധിച്ചിരുന്ന ഹാളിലൂടെ. 3. പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ ലിഫ്റ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹണി. ലിഫ്റ്റിനടുത്തെത്തിയപ്പോൾ മിക്കവാറും സംഭവിക്കാറുള്ളതുപോലെ അത് റണ്ണിങ്ങിലാണ്. അവൾ തൻ്റെ ഫ്ലോറിലെ നമ്പർ അമർത്തിയ ശേഷം ഇടതു തോളിലെ ഹാൻഡ് ബാഗിൻ്റെ സ്ട്രാപ്പ് ആ കൈകൊണ്ട് തന്നെ കൂട്ടി തൻ്റെ നെഞ്ചോട് ചേർത്ത് വലത്തെ കൈകൂടി അതിനോട് ചേർത്ത് പിടിച്ച് ആകെയൊന്നയഞ്ഞ് കാത്തുനിന്നു. ലഘുവായ വിരസത പ്രകടമാക്കി മുഖത്ത്. താമസം കൂടാതെ ലിഫ്റ്റ് എത്തി. വിജനത തോന്നിക്കുന്ന ആ ഇടത്തു നിന്നും തുറന്നു വന്ന ലിഫ്റ്റിലേക്ക് അവൾ കയറി. പതിവ് പോലെ പതിവ് സ്ഥാനത്ത് യുവാവ് നിൽക്കുന്നുണ്ട്. ഹണി അയാളെ ഒന്ന് നോക്കി. അയാൾക്ക് ചലനമില്ലാതെ വന്നപ്പോൾ ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അവൾ തന്നെ അമർത്തിയ ശേഷം അയാൾക്കെതിരെയായി പതിവ് പോലെ നിന്നു. ലിഫ്റ്റ് മെല്ലെ അടഞ്ഞ ശേഷം താഴേക്ക് മെല്ലെ ചലിച്ചു തുടങ്ങി. അയാൾ അവളുടെ കണ്ണിലേക്ക് ഇമചിമ്മാതെ നോക്കി നിൽക്കുകയാണ്. അവളുടെ നോട്ടം അയാളുടെ കണ്ണുകളിൽ നിന്നും അല്പം മാറി അവൾ തലയൽപ്പം താഴ്ത്തി നിന്നു. ലിഫ്റ്റ് മെല്ലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പഴയതായതിനാൽ അല്പം പ്രവർത്തനക്ഷമത കുറവുള്ളതുപോലെ തോന്നിക്കുന്നുണ്ട്. അയാൾ പെടുന്നനെ അവളുടെ മുന്നിലേക്ക് വന്ന് ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖമുയർത്തി ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ ചെരിച്ച് ഗാഢമായി ചുംബിച്ചു. പെട്ടെന്നുള്ള ആ പ്രവർത്തനത്തിൽ അവളൊന്ന് ഞെട്ടി പിന്നിലെ ലിഫ്റ്റ് വാളിൽ ചെറിയ ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ അമർന്നു. സ്വതന്ത്രമായ കൈകളിലൊന്നിലെ ഹാൻഡ് ബാഗ് ഊർന്ന് ഫ്ലോറിൽ വീണു. തൻ്റെ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗം മുഴുവനായും അയാളുടെ കൈകളിലായി. തൻ്റെ ഉടലിൽ നിന്നും വേർപെട്ട പടി ഉടലുമായി ബന്ധമില്ലാത്ത വിധത്തിൽ അവൾക്കനുഭവപ്പെട്ട് അവളങ്ങനെ നിന്നുപോയി. അയാളുടെ കണ്ണുകൾ സ്വന്തം ചുണ്ടിലേക്ക് ശ്രദ്ധ കൊടുക്കും വിധം താഴ്ന്നിരുന്നത് ഏതോ ഒരു നിമിഷത്തിൽ ഇതിനിടയിൽ മിഴിച്ച് അല്പം മുകളിലേക്ക് പോയ തൻ്റെ കണ്ണുകളിലൂടെ അവൾ കണ്ടിരുന്നു. ലിഫ്റ്റ് താഴെയെത്തി നിന്നപ്പോഴും അയാൾ അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ടമർത്തി പഴയപടി നിൽക്കുകയായിരുന്നു. പഴയപടി തന്നെ ഇരു കൈകളും സ്വതന്ത്രമായി, പരിസരം നഷ്ടമായ വിധം ഹണിയും. ലിഫ്റ്റ് തുറന്നു. തൻ്റെ കണ്ണുകൾ കൊണ്ട് അത് ശ്രദ്ധിച്ച ഹണി അയാൾക്കു നേരെയാക്കി പഴയപടി തൻ്റെ കണ്ണുകൾ. ചലനമില്ലാതെ തുടർന്ന അയാളെ ദ്രുതഗതിയിൽ അല്പം ബലം പ്രയോഗിച്ച് അവൾ പിന്നിലേക്ക് ഇരു കൈകളും ഉപയോഗിച്ച് തള്ളിമാറ്റി. അയാൾ പിന്നിലേക്കല്പം നീങ്ങിപ്പോയ ശേഷം തൻ്റെ പ്രവൃത്തിയുടെ ഹാങ് ഓവറിൽ ചുണ്ടുകൾ അല്പം തുറന്ന് ഇരു കൈകളും പാതി വഴിയിൽ വായുവിൽ വിടർത്തിയ പടി നിന്നുപോയ നിമിഷം ഫ്ലോറിൽ നിന്നും തൻ്റെ ഹാൻഡ് ബാഗ് എടുത്ത് പരിസരം മറന്ന് ഹണി ലിഫ്റ്റിലെ വെളിച്ചത്തിൽ നിന്നും വേഗത്തിൽ തൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സാമാന്യം ഇരുട്ട് നിറഞ്ഞ ഭാഗത്തേക്ക് നടന്നുപോയി. അന്ന് തൻ്റെ ഫ്ലാറ്റിലെത്തിയ ഹണി പാർക്കിംഗ് സ്ലോട്ടിൽ കുറച്ചു സമയം കാർ നിർത്തിയിട്ട ശേഷം അതിൽ ഇരു കൈകളും സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചുകൊണ്ട് കുറച്ചു സമയം ഇരുന്നു. അവൾക്ക് തൻ്റെ മിഴികൾ ചിമ്മുവാനാകുന്നില്ലായിരുന്നു. അടുത്ത ദിവസം ഹണി ലിഫ്റ്റിലേക്ക് കയറിയ ഉടൻ അയാൾ ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അമർത്തി അവളെ മറികടന്ന്. അവൾ അയാളെ നോക്കിയപ്പോഴേക്കും അയാൾ അവളെ ഇരു കൈകൾ കൊണ്ടും അവളുടെ അരക്കെട്ടിന് മുകളിലായി കെട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ കഴിഞ്ഞപടി അമർത്തി. ഇത്തവണ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ലിഫ്റ്റ് അടയുന്നതിനൊപ്പം അയാൾ തൻ്റെ നാവിനെ കൂർപ്പിച്ച് മെല്ലെ അവളുടെ ചുണ്ടുകൾക്കിടയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ശ്രമം തുടങ്ങി. ഒരു വേള കണ്ണുകൾ അവൾ തുറന്ന നിമിഷം അല്പം ഇടമുണ്ടാക്കിയെടുത്തു അയാളുടെ നാവ്. അവളുടെ കണ്ണുകൾ താഴ്ന്നിരുന്നു. പിന്നീട് അയാളുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ രുചിച്ചു തുടങ്ങി. പൂർണ്ണമായും അവൾ സ്വന്തം ചുണ്ടുകളെ സ്വതന്ത്രമാക്കാതെ വന്നപ്പോൾ അയാൾ അവളെ ഒന്നയച്ച് കൂടുതൽ ചേർത്തിറുക്കി പഴയപടി. ചുണ്ടുകൾ തുറന്ന് തലയൽപ്പം പിന്നിലേക്ക് ചായഞ്ഞ അവളുടെ ചുണ്ടുകളെ അയാൾ വേഗത്തിൽ പൂർണ്ണമായും രുചിച്ചു തുടങ്ങി. അടുത്ത നിമിഷം അയാളെ തിരികെ കെട്ടിപ്പിടിച്ച് അവളും ഒപ്പം പങ്കുചേർന്നു പ്രവർത്തനത്തിൽ. പൂർണ്ണമായും പരിസരം മറന്നുള്ള കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ലിഫ്റ്റ് താഴെയെത്തി നിന്നു. ഗാഢമായി ചുംബിച്ചുകൊണ്ടിരുന്ന ഇരുവരും അല്പം തൃപ്തരായെന്ന വിധം ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നു വന്നപ്പോഴേക്കും പ്രവർത്തനം പെടുന്നനെ അവസാനിപ്പിച്ചു. ഇരുവർക്കും പരസ്പരം സ്വതന്ത്രരാക്കി അല്പം പിന്നിലേക്ക് വീതം മാറുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ലായിരുന്നു. ചുംബിച്ച് പിണഞ്ഞിരുന്ന ചുണ്ടുകളെ പിന്നോട്ട് വലിച്ച് പിന്മാറ്റിക്കൊണ്ട് ചുണ്ടുകൾ പറിച്ചു മാറ്റപ്പെട്ടതിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു ഇതിനകം. അയാൾ കെട്ടിപ്പിടിച്ചപ്പോൾ അമർന്നപടി ഹണി പുറത്തേക്കിറങ്ങി തൻ്റെ ഇടതുഭാഗത്തേക്ക് പതിവ് പോലെ നടന്നു. ഒപ്പം ഇറങ്ങിയ യുവാവ് തൻ്റെ വലതുഭാഗത്തേക്ക് നടന്നു. ഇരുട്ടിൻ്റെ മറവിൽ ഇരുവർക്കും പരസ്പരമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അന്നേ ദിവസം രാത്രി ഫ്ലാറ്റിൽ ഡിന്നർ കഴിക്കുന്നതിനിടയിൽ
തന്നോടൊപ്പം അകലം പാലിച്ചിരുന്ന് പതിവിന് വിപരീതമായി ചലനമറ്റ് വളരെ സാവധാനം ഹണി ഭക്ഷണം കഴിക്കുന്നത് കണ്ട മകൻ തൻ്റെ കഴിപ്പ് ഒന്ന് നിർത്തിയ ശേഷം ചോദിച്ചു, മമ്മ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? അവൻ മുഖമെടുക്കാതെ വന്നെന്ന് തോന്നിയ അവൾ മറുപടിയായി ഭാവം മാറാതെ പറഞ്ഞു, അവനെ നോക്കി നെറ്റി അല്പം ചുളിപ്പിച്ച്. ഒന്നുമില്ലടാ, നീ കഴിക്കുക. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.